പണ്ട് ശിലാദൻ എന്ന മഹർഷിക്ക് മക്കളില്ലാതിരുന്നതിനാൽ വളരെയധികം ദുഃഖമുണ്ടായിരുന്നു. തന്റെ വംശം നിലനിർത്താനും ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തനായൊരു പുത്രനെ ലഭിക്കാനും വേണ്ടി അദ്ദേഹം കഠിനമായ തപസ് ചെയ്യാൻ ആരംഭിച്ചു. 1000 വർഷത്തോളം നീണ്ട അദ്ദേഹത്തിന്റെ കഠിന തപസ്സിൽ സംപ്രീതനായി ഒടുവിൽ കൈലാസനാഥനായ പരമശിവൻ പ്രത്യക്ഷനായി. ശിവൻ ശിലാദനോട് വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. തനിക്ക് ജനന മരണങ്ങളില്ലാത്ത അനശ്വരനായൊരു പുത്രനെ വേണമെന്നായിരുന്നു ശിലാദന്റെ അഭ്യർത്ഥന. ഭഗവാൻ പുഞ്ചിരിയോടെ ആ വരം നൽകി അപ്രത്യക്ഷനായി. ദിവസങ്ങൾക്കു ശേഷം ശിലാദ മഹർഷി തന്റെ യാഗഭൂമി ഉഴുതുമറിക്കുന്നതിനിടയിൽ അതിമനോഹരനായ ഒരു ഉണ്ണിയെ കാണാനിടയായി. വജ്രായുധം പോലെ തിളങ്ങുന്ന ശരീരത്തോടു കൂടിയ ആ കുഞ്ഞ് മറ്റാരുമായിരുന്നില്ല, സാക്ഷാൽ പരമശിവൻ തന്നെയായിരുന്നു. തന്റെ വാഗ്ദാനം നിറവേറ്റാൻ ഒരു പുത്രനായി അവതരിച്ചതായിരുന്നു അത്. സന്തോഷം കൊണ്ട് മതിമറന്ന മഹർഷി ആ കുട്ടിയെ നന്ദി എന്ന് പേരിട്ട് സ്വന്തം മകനായി വളർത്തി. നന്ദി എന്നാൽ സന്തോഷം നൽകുന്നത് എന്നാണ് അർത്ഥം. നന്ദി വളർന്നു വലുതായി. അച്ഛനെ പോലെ തന്നെ വേദങ്ങളിലും ശാസ്ത്രങ്ങളിലുമെല്ലാം അഗാധമായ പാണ്ഡിത്യം നേടി. അഗാധമായ ശിവഭക്തിയായിരുന്നു അവനെ നയിച്ചിരുന്നത്. എന്നാൽ നന്ദിക്ക് 8 വയസ്സ് തികഞ്ഞപ്പോൾ മിത്രാവരന്മാർ എന്ന 2 മഹർഷിമാർ ശിലാദന്റെ ആശ്രമത്തിലെത്തി. അവർ നന്ദിയെ കണ്ടിട്ട് വിഷാദഭാവത്തോടെ പറഞ്ഞു, കുട്ടിക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ട്, എന്നാൽ ഇവൻ അല്പായുസാണ്, 8 വയസ്സിനപ്പുറം ജീവിക്കില്ല. ഇത് കേട്ട് ശിലാദൻ തകർന്നുപോയി. അച്ഛൻ്റെ സങ്കടം കണ്ട നന്ദി തൻ്റെ വിധി മാറ്റി എഴുതാൻ തീരുമാനിച്ചു. അവൻ ഭുവന നദിയുടെ തീരത്ത് പോയി മഹാദേവനെ ധ്യാനിച്ച് കഠിനമായ തപസ് ആരംഭിച്ചു. അവൻ്റെ അചഞ്ചലമായ ഭക്തിയിൽ സംപ്രീതനായ ശിവൻ വീണ്ടും പ്രത്യക്ഷനായി. ഭഗവാൻ നന്ദിക്ക് മുന്നിൽ മരണമില്ലാത്ത അനശ്വരത നൽകി അനുഗ്രഹിച്ചു. ഭഗവാൻ അവനെ തൻ്റെ ഏറ്റവും വലിയ ഭക്തനായി വാഴിക്കുകയും സ്വന്തം വാഹനവും വാതിൽ കാവൽക്കാരനുമായി നിയമിക്കുകയും ചെയ്തു. നന്ദിയുടെ കഴുത്തിൽ മണികളുള്ള മാല അണിയിക്കുകയും ചെയ്തു. അങ്ങനെ നന്ദി ഭക്തിയിലൂടെ മരണത്തെ അതിജീവിച്ച് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി. അതിനുശേഷമാണ് എല്ലാ ശിവക്ഷേത്രങ്ങളിലും പ്രധാന ശ്രീകോവിലിന് അഭിമുഖമായി ഭഗവാനെ തന്നെ നോക്കി നിൽക്കുന്ന രീതിയിൽ നന്ദിയുടെ പ്രതിഷ്ഠയുണ്ടായത്. ഒരു ഐതിഹ്യം കൂടിയുണ്ട്. പാലാഴി മഥനം നടന്നപ്പോൾ ലോകത്തെ രക്ഷിക്കാൻ ശിവൻ കാളകൂട വിഷം പാനം ചെയ്തു. ആ സമയത്ത് താഴെ വീണ വിഷത്തുള്ളികൾ നന്ദി ഭഗവാൻ നാവുകൊണ്ട് നക്കി കുടിച്ച് ലോകത്തെ രക്ഷിച്ചു. നന്ദിയുടെ ഈ അർപ്പണബോധത്തിൽ സന്തോഷിച്ചാണ് ശിവൻ അവനെ തന്നോടൊപ്പം ആരാധിക്കപ്പെടാൻ അനുഗ്രഹിച്ചത്. ഇന്നും നന്ദിയുടെ കാതിൽ അനുഗ്രഹങ്ങൾ മന്ത്രിച്ചാൽ അത് വേഗത്തിൽ ഭഗവാൻ ശിവന്റെ അടുത്തെത്തുമെന്നാണ് വിശ്വാസം. ഭക്തിയുടെയും അചഞ്ചലമായ സമർപ്പണത്തിന്റെയും പ്രതീകമാണ് നന്ദിദേവൻ.